ാണോ അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേട്ടിട്ട് നമസ്കരിക്കാതെ കടയിൽ നിന്ന് സംസാരിക്കുന്ന ചെറുപ്പക്കാരെ, ബീച്ചിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന ചെറുപ്പക്കാരെ, കടലിന്റെ തണുത്ത കാറ്റേറ്റിട്ട് അതേ ഫിത്ന ഫസാദിൽ കഴിഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരെ, സീരിയലിന്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിളിയാളന്റെ വിളി കേട്ടിട്ട് കൃത്യമായി നമസ്കരിക്കാൻ ആണുങ്ങൾ പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ, പെണ്ണുങ്ങൾ അതേ വീട്ടിൽ നമസ്കരിക്കുന്നില്ലെങ്കിൽ തീർച്ച അവൻ അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുള്ള ആളല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് കാറ്റിപ്പറത്തിയിട്ട് വഴികേടിലേക്ക് പിഴച്ച വർഗമായിട്ട് പോവുകയാണ്. പിന്നെ നീ എന്ത് കാവ കാച്ചിട്ട് കാര്യം? നീ എന്ത് ബിരിയാണി വെച്ചിട്ട് കാര്യം? നീ എത്രത്തോളം മങ്കൂസ് പോലും ഒരു കാര്യമില്ല. പോലും മുഅ്മിനെ, 5 വക്ത് നമസ്കാരം പള്ളിയിൽ പോയിട്ട് നമസ്കരിക്കാത്ത പുരുഷ സമൂഹമേ, നിനക്കൊരിക്കലും അള്ളാഹുവിന്റെ റസൂലിനെ സ്വർഗത്തിൽ കാണാൻ കഴിയില്ല. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കഴിയില്ല. ഹബീബിന്റെ തൃക്കയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിച്ച് കുടിക്കാൻ കഴിയില്ല. പറഞ്ഞത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. അളക്കി ഹബീബായ റസൂലിനോട് സ്നേഹം ആർക്കാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ വചനത്തിലൂടെ അളക്കി. ആരുടെ കിതാബ് വായിക്കണ്ടല്ലോ, നാം ഒരു നോവലും വായിക്കേണ്ട. അള്ളാഹുവിന്റെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നിബിതങ്ങളോടുള്ള സ്നേഹം അളക്കാൻ നമുക്ക് നൽകിയിരിക്കുന്ന അളവുകൾ അത് ഉപയോഗിച്ചുകൊണ്ട് അളക്കിൻ. എന്റെ ഹൃദയാന്തരത്തിൽ ഹബീബിനോട് എത്രത്തോളം സ്നേഹമുണ്ട്, എന്റെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹൗലിന്റെ കരയിൽ കാത്തിരിക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുമോ? എന്റെ ഹബീബായ മുത്തു നിബിതങ്ങളോടൊപ്പം എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകപ്പെടുമോ? ആ ഹബീബിനെ കാലാകാലം സ്വർഗത്തിൽ കാണാൻ സാധിക്കുമോ? ആ സ്വർഗത്തിൽ ഹബീബിനോട് ഒരു സലാം പറയാൻ നമുക്ക് സാധിക്കുമോ? ആത്മാർത്ഥമായി മനസാക്ഷി വഞ്ചിക്കാതെ എന്ന് ചോദിക്കണേ പൊന്നു മുഅ്മിനെ. കാലം അതേ നീണ്ടുപോകുന്നില്ല. നാം മരിക്കേണ്ടവരാണ്. എല്ലാവരും മരിക്കേണ്ടവരാണ്. ആരും ഭൂമി ലോകത്ത് ശാശ്വതനല്ല. ആ മരണം ഏത് സെക്കൻഡിലും വരും. മരണത്തിന് ശേഷം ഹബീബിന്റെ ശഫാത്താണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഹബീബായ മുത്തു പറയുന്നു, നിസ്കാരമുണ്ടാവണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പൊന്നു മുഅ്മിനെ, പൊന്നു സഹോദര സഹോദരി, മുത്തുനബിയുടെ സഹവാസം വേണോ? ഹബീബായ റസൂലിന്റെ സ്നേഹം വേണോ? അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറയട്ടെ. ഇമാം തിർമിദി റഹ്മഹുല്ലാഹ് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന മിൻ അഹബ്ബികും ഇലയ്യ, തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തില് എന്നോട് ഏറ്റവും ഇഷ്ടമുള്ള ആളാരെന്നറിയുമോ? പാരത്രിക ലോകത്ത് ഖിയാമത്ത് നാളില് എന്റെ ഏറ്റവും അടുത്തിരിക്കാൻ എന്റെ സാമീപ്യം കിട്ടുന്നവൻ ആരെന്നറിയുമോ? അഹാസിനുക്കും അഖ്ലാഖ, സ്വഭാവം നന്നാക്കിയവനാണ്, സൽസ്വഭാവത്തിന്റെ ഉടമയാണ്. ആരുടെയും മനസ്സ് വേദനിപ്പിക്കാത്തവർ, ആരെക്കുറിച്ചും പരദൂഷണം പറയാത്തവർ, ആരെക്കുറിച്ചും അതേ പരസ്പരം തമ്മിലടിപ്പിക്കാത്തവർ, ഇങ്ങനെ ഫിത്നയോ ഫസാദോ ഉണ്ടാക്കാത്ത നല്ല മനസ്സിന്റെ ഉടമ ഹബീബായ റസൂൽ. എത്രത്തോളം വിശാല മനസ്കൻ. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാനസികമായി പീഡിപ്പിച്ച, ശാരീരികമായി പിടിപ്പിച്ച അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയ്ക്ക് എതിരെ വ്യഭിചാര ആരോപണം പറഞ്ഞു വരത്തിട്ട് ദിവസങ്ങളോളം കണ്ണുനീര് കുടിപ്പിച്ച അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിക്കിന്റെ നേതാവ് സക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. മനസ്സിലാക്കണേ പൊന്നു മുഅ്മിനെ, മനസ്സിലാക്കണേ. ആ ഒരു വിലയെങ്കിലും നമ്മുടെ സഹോദരങ്ങൾക്ക് കൽപ്പിച്ചൂടെ? ആ ഒരു വിലയെങ്കിലും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവായ എല്ലാ തരത്തിലും ഹബീബിനെതിരെ, ഇസ്ലാമിനെതിരെ അങ്ങേയറ്റം കപടവിശ്വാസിയ കാപട്യത്തോടുകൂടി അതേ കൂറുപുലർത്തിയിട്ട് ഇസ്ലാമിനെതിരെ പാരപണിതിരിക്കുന്ന, അതേ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശത്രുക്കൾ കൊട്ടുകൊടുത്തിരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിക്ക് മരിക്കാൻ കിടക്കുമ്പോ തന്റെ മകനോട്
വസിയത്ത് ചെയ്യണം, മോനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ മുഹമ്മദിന്റെ അടുക്കലേക്ക് പോകണം. എന്നിട്ട് മുഹമ്മദിനോട് പറയണം, മുഹമ്മദിന്റെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന ആ കമീസ് എന്റെ കഫം പുടവയാക്കി തരാൻ. രണ്ടാമതോ, എന്റെ മയ്യത്ത് നമസ്കാരത്തിന് മുഹമ്മദിനോട് ഇമാമത്ത് നിൽക്കാൻ പറയണേ. പിതാവ് മരിച്ചു, വാപ്പ മരിച്ചു. സങ്കടത്തോടുകൂടി വ്യസനത്തോടുകൂടി മകൻ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് പോവുകയാണ്, തന്റെ പിതാവിന്റെ വസിയത്ത് പറയാൻ, തന്റെ പിതാവിന്റെ അവസാനത്തെ ആഗ്രഹം നിർവഹിച്ചു കൊടുക്കാൻ. ഹബീബായ മുത്തിനോട് അബ്ദുല്ലാഹ് ഇബ്നു സലൂലിന്റെ മകൻ വന്നിട്ട് പറയുന്നു, എന്റെ പിതാവ് മരിക്കാൻ നേരത്ത് ഇങ്ങനെ വസിയത്ത് ചെയ്തിട്ടുണ്ട്, ഹബീബായ റസൂല് അങ്ങയുടെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന കമീസ് എന്റെ പിതാവിന്റെ കഫം പുടവയാവണം, എന്റെ പിതാവിന്റെ മയ്യത്ത് നമസ്കാരത്തിന് അങ്ങ് നേതൃത്വം നൽകണേ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ശരീരത്തിലുള്ള കമീസ് അഴിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കമീസ് കൊടുത്തു. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലാകുന്ന ഇന്നൽ മുനാഫിഖീന ഫിദ്ദറകിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് മുനാഫിക്കീങ്ങൾ കഴിഞ്ഞുകൂടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി പറഞ്ഞതാണ്, ആ മുനാഫിക്കീങ്ങളുടെ ഏറ്റവും വലിയ നേതാവാണിവൻ. അവന്റെ ശരീരത്തിൽ കഫം പുടവയ്ക്ക് കൊടുക്കുന്നത് ഹബീബായ മുത്തിന്റെ കമീസാണ്. സഹോദരങ്ങളെ, ഹബീബായ റസൂൽ രണ്ടാമത്തെ കാര്യം നിർവഹിക്കാൻ, അവന്റെ മയ്യത്ത് നമസ്കരിക്കാൻ, ആ മയ്യത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടു പോകുമ്പോ ഉമറുൽ ഫാറൂഖ് തടഞ്ഞു. റളിയല്ലാഹു തആല, നബിയേ അതാണ് മുനാഫിക്കാണ്, പോകരുത്, നിസ്കരിക്കാൻ പോകരുത്, അങ്ങ് പോകരുത്. ഹബീബായ മുത്ത് പറയുന്ന വാക്കൊന്ന് കേൾക്കണേ സഹോദര. പൊന്നേ ഉമറേ, എനിക്ക് പടച്ചോൻ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, അവർക്ക് പൊറുക്കലിനെ ചോദിക്കാനും ചോദിക്കാതിരിക്കാനും എനിക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. എന്റെ സ്വാതന്ത്ര്യം ഞാൻ വിനിയോഗിക്കുകയാണ്. തസ്തഗ്ഫിർ ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും. ഏ മുഹമ്മദ് നബിയേ, അങ്ങ് അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചാലും കൊള്ളാം, പൊറുക്കലിനെ ചോദിച്ചില്ലെങ്കിലും കൊള്ളാം, അല്ലാഹ് അവർക്ക് പുറത്തു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. പൊറുക്കലിനെ ചോദിക്കാനും ചോദിക്കാതിരിക്കാനും എന്റെ പടച്ചോൻ എനിക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, അത് ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഉമറേ, എന്നെ വിട്ടേക്കുക. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുനാഫിക്കീങ്ങളുടെ നേതാവായ മുശ്രിക്കായ മനുഷ്യന്റെ മയ്യത്തിന് നേതൃത്വം കൊടുത്ത് നമസ്കരിച്ചു. ഉടനെ അല്ലാഹു തആല ആയത്തിറക്കുകയാണ്, നസലൽ മലക്കു ജിബ്രീൽ വലാ തുസല്ലി അലാ അഹദിൻ മിനൽ മുശ്രിക്കീൻ. മുശ്രിക്കീങ്ങൾപ്പെട്ട ഒരുവനും ഏ മുഹമ്മദേ നിസ്കരിച്ചു പോകരുത്. ചിന്തിക്കുമ്പോൾ മുഅ്മിനെ, അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സ് എത്രത്തോളം വിശാലത. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ അങ്ങേയറ്റം ഉപദ്രവിച്ച, ഇസ്ലാമിനെ ഒറ്റുകൊടുത്ത, ശത്രുക്കൾക്ക് ഇസ്ലാമിന്റെ മേൽ കുതിര കയറാനുള്ള എല്ലാ വഴികളും അതിനെ ആസൂത്രണം ചെയ്തു കൊടുത്ത അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന വല്ലദീ തവല്ല കിബ്റഹു, അതേ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്കെതിരെ വ്യഭിചാര ആരോപണം നടത്തിയിരിക്കുന്ന ആ നേതാവാകുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിനുണ്ട് വലിയ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു ഖുർആനിൽ പ്രഖ്യാപിച്ച ആ മനുഷ്യരോടും അള്ളാഹുവിന്റെ റസൂൽ കാരുണ്യത്തിന്റെ നിറം ഒഴുക്കുകയാണ്. ഈ ഹബീബിന്റെ ഉമ്മത്തല്ലേ പോലും നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചിച്ചിരുന്നത്. അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഹബീബായ മുത്ത് പറയുന്നു, നാളെ നിനക്ക് അന്നം നൽകുന്ന പടച്ചതമ്പുരാനെ മുസ്ലിമായ നിലയിൽ നിനക്ക് കാണണോ? അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ 5 വക്ത് നമസ്കാരത്തിന് ഇമാമും ജമാഅത്ത് നമസ്കരിക്കും, അല്ലാതെ രക്ഷയില്ല. നിന്റെ സ്വഭാവം നന്നാക്കിൻ. നിന്റെ സ്വഭാവം നന്നാവാത്ത കാലത്തോളം നീ ഒരിക്കലും എന്നെ സ്നേഹിക്കുന്നവനല്ല, എന്റെ സാമീപ്യം കിട്ടുകയില്ല. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പൊന്നുമുമ്മിനെ ഒന്ന് ചിന്തിക്കിൻ, ഞാനും നിങ്ങളും പൂർണ്ണ മുഅ്മിനാണോ?
ഞാനും നിങ്ങളും ഹബീബിനെ സ്നേഹിക്കുന്നവനാണോ? അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾപ്പെട്ട ഒരാളും സമ്പൂർണ്ണ മുഅ്മിനാവില്ല. നിങ്ങളിൽപ്പെട്ട ഒരാളും സമ്പൂർണ്ണ മുഅ്മിനാവില്ല. ഏതുവരെ? ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, അവനിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവൻ ഞാനാവുന്നത് വരെ, മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, അവന്റെ സന്താനങ്ങളെക്കാൾ മാതാപിതാക്കളെക്കാൾ അവന് നൽകപ്പെട്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരെക്കാളും ഞാൻ എപ്പോഴാണോ പ്രിയങ്കരനായി തീരുന്നത്, അത് വാക്കിലൂടെയല്ല, പാട്ടിലൂടെയല്ല, പ്രസംഗത്തിലൂടെയല്ല, കർമ്മത്തിലൂടെ, സുന്നത്തിലൂടെ നബിച്ചതിലൂടെ സമ്പൂർണ്ണ മുഅ്മിനാവുന്ന അപ്പോഴാണ്. അല്ലെങ്കിലോ സമ്പൂർണ്ണ മുഅ്മിനാവില്ല. പൊന്നു മുഅ്മിനെ, ഒന്ന് പരിശോധിക്കിൻ, നമുക്ക് ഹബീബായ നബി തങ്ങളോടൊപ്പം സ്വർഗത്തിലെത്താൻ സാധിക്കുമോ? അള്ളാഹുവിന്റെ റസൂലിനെ സ്വർഗത്തിൽ കാണാൻ കഴിയുമോ? അള്ളാഹുവിന്റെ റസൂൽ ഹൗലിന്റെ കരയിൽ ആ നല്ല പരിശുദ്ധമായ കോപ്പയില് പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധം പരത്തുന്ന ആ തെളിനീര് ഹൗലുൽ കൗസർ, ആ അൽ കൗസർ എന്ന് പറയുന്ന തടാകത്തിൽ നിന്നും പാനീയം ഇങ്ങനെ മുക്കി കൊടുക്കുമ്പോ എനിക്കും നിങ്ങൾക്കും കുടിക്കാൻ കിട്ടുമോ പൊന്നു മുഅ്മിനെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹൗലിന്റെ കരയില് ഹൗലുൽ കൗസർ മുക്കിയിട്ട് ഞാൻ കൊടുക്കാൻ വേണ്ടി എന്റെ ഉമ്മത്തിനെ കാത്തിരിക്കുമ്പോ എന്റെ ഉമ്മത്തിനെ തിരിച്ചറിയാൻ അടയാളം എന്തെന്നറിയുമോ? കോടാനുകൂടി മനുഷ്യ സമൂഹത്തിന്റെ ഇടയിൽ വെച്ചിട്ട് എന്റെ ഉമ്മത്തിനെ തിരിച്ചറിയുന്നത് ഉർറൻ മുഹജ്ജലീൻ മിൻ ആസാരിൽ വുളൂ, 5 വക്ത് നമസ്കാരത്തിന് വേണ്ടി വുളൂ ചെയ്യുമ്പോ നിന്റെ അവയവങ്ങളിൽ വുളൂവിന്റെ വെള്ളം പിടിപ്പിക്കുന്നില്ലേ സഹോദര സഹോദരി? ആ വുളൂവിന്റെ അടയാളം കാരണമായി നിന്റെ മുഖം നാളെ പ്രകാശിക്കുന്നതാണ്, നിന്റെ കൈകൾ പ്രകാശിക്കുന്നതാണ്, നിന്റെ കാലുകൾ പ്രകാശിക്കുന്നതാണ്. വുളൂവിന്റെ അടയാളം കൊണ്ട് കൈകാലുകൾ പ്രകാശിച്ചിട്ട് പാരത്രിക ലോകത്ത് വരുമ്പോൾ ആ പ്രകാശം കണ്ടിട്ടാണ് നീ എന്റെ ഉമ്മത്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിനക്ക് ഞാൻ വെള്ളം തരുന്നത് നിന്നെ തിരിച്ചറിയുന്നതെങ്കിൽ, പൊന്ന സഹോദര, നമസ്കരിക്കാത്ത സഹോദര, നിന്നെ അള്ളാഹുവിന്റെ റസൂലിനെ തിരിച്ചറിയാൻ സാധിക്കുമോ? വുളൂഇന്റെ വെള്ളം നിന്റെ ശരീരത്തിലില്ല, പറ്റിയിട്ടില്ല. നീ നമസ്കരിക്കാത്ത ആളാണ്. അതേ, നീ നമസ്കരിക്കാത്ത ആണാണ്, പെണ്ണാണെങ്കിൽ നീ എത്രത്തോളം അള്ളാഹുവിന്റെ റസൂലിന് സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് നിന്റെ കയ്യിൽ പച്ച റിബൺ കെട്ടിയിട്ട് ബൈക്ക് റേസ് ചെയ്തിട്ട് പള്ളിയുടെ മുമ്പിലൂടെ, ഇമാമും ജമാഅത്ത് നടക്കുന്ന പള്ളിയുടെ മുമ്പിലൂടെ നീ മുദ്രാവാക്യം വിളിച്ച് ഘോഷയാത്ര നടത്തിയാൽ കൊള്ളാം. സഹോദര, നിന്നെ അള്ളാഹുവിന്റെ റസൂലിനെ തിരിച്ചറിയാൻ പറ്റില്ല കേട്ടോ. ഹബീബായ റസൂൽ നിന്നെ കാത്തിരിക്കുമ്പോ ഹബീബിനെ നിന്നെ തിരിച്ചറിയാൻ സാധിക്കില്ല. കാരണം നീ വുളൂ ചെയ്തിട്ട് നമസ്കരിക്കാത്ത വ്യക്തിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയല്ലേ, അങ്ങ് കൊടുത്തേക്കിൻ അവിടെ എത്തൂന്ന് അല്ലേ? ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു പറയുന്നു, ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് എന്ന് പറയാണ്, ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾക്ക് ഏറ്റവും സന്തോഷമുണ്ടാക്കിയ വാക്കെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹബീബിനോടുള്ള സ്നേഹത്തെ കുറിച്ച് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാരത്രിക ലോകത്ത് ഹബീബിനെ കണ്ടുമുട്ടാൻ, സ്വർഗത്തിൽ ഹബീബിനോടൊപ്പം കഴിയാൻ ആഗ്രഹമുള്ള സഹാബാക്കള് പല ഉദാഹരണങ്ങൾ വഴി നബി തങ്ങളോട് ചോദിക്കുമ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ മറുപടി, അന്ത മഅമൻ അഹ്ബബ്ത, അല്ലയോ സഹോദര, നീ ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്നവരോടൊപ്പമാണ് നാളെ ആഖിറത്തിൽ സ്വർഗത്തിലുണ്ടാവുക. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് പറയുന്നു, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസില്, അതേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ബാക്കി, ഫമാ റഅയ്തുൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾ ഞാൻ കണ്ടിട്ടില്ല, ഫരിഹു ബിശൈഇൻ, ഒരു കാര്യം കൊണ്ടും സന്തോഷിക്കുന്നവരായിട്ട്, ബാദ ഇസ്ലാമിഹിം, ആ സഹാബാക്കൾ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് സന്തോഷിച്ചിരുന്നുവെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം ഫറഹും ബിഹാ, അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുനാക്കിൽ നിന്നും അന്ത മഅമൻ അഹ്ബബ്ത എന്ന് പറഞ്ഞ ആ വാക്ക് കേട്ടപ്പോഴാണ്.
അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു സുന്നത്തിലൂടെ, 5 വക്ത് നമസ്കാരത്തിലൂടെ, ഹബീബിന്റെ സുന്നത്തിലൂടെ. അങ്ങനെ സ്നേഹിച്ചിട്ട് നബിയെ അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു എങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താണ്? നീ സ്നേഹിക്കുന്ന ആളോടൊപ്പം തന്നെയായിരിക്കും നാളെ ആഖിറത്തിൽ. അല്ലാഹു അക്ബർ. പൊന്നു മുഅ്മിനേ, ഇത് ആഖിറത്തിൽ മാത്രമല്ല, ഭൗതിക ലോകത്തും മരിക്കുന്ന സന്ദർഭത്തിലും മഹ്ശറയിലും നാളെ കാലാകാലം പാരത്രിക ലോകത്തൊക്കെ അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ ഹിദായത്ത്, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, അള്ളാഹുവിന്റെ മഹബ്ബത്ത്, നാളെ സ്വർഗമാകുന്ന സുഖാനുഗ്രഹത്തിന്റെ ഭവനം, അള്ളാഹുവിന്റെ റസൂലിനെ കാണുക, അള്ളാഹനെ കാണുക, ഇതെല്ലാം അള്ളാഹു കൊടുക്കുന്നത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർക്കാണ്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല പറയാണ്, എല്ലാവിധ അനുഗ്രഹങ്ങൾ, എല്ലാ സന്തോഷം, എല്ലാ സമാധാനം, എല്ലാവിധ ശാന്തി ഈ ഭൂമി ലോകത്തും നാളെ പാരത്രിക ലോകത്തും അനുഭവിക്കാൻ സാധിക്കുന്നത് അല്ലാഹ് പറയാണ്. 17 പ്രാവശ്യം അല്ലാഹു നമ്മൾ ചോദിക്കുന്നില്ലേ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين اهدنا الصراط المستقيم. 17 പ്രാവശ്യം അല്ലാഹുവിനോട് ചോദിക്കണം, അല്ലാഹുവേ ഞങ്ങൾക്ക് നേരായ മാർഗം കാണിച്ചു തരണേ അല്ലാഹ്. നീ അനുഗ്രഹിച്ചവരായ അല്ലാഹുവേ, നിന്റെ അമ്പിയാക്കളോടൊപ്പം, നിന്റെ സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പം ഞങ്ങൾക്ക് കഴിഞ്ഞുകൂടാണ് നേരായ പാതയില്ലേ, ആ നേരായ പാത ഞങ്ങൾക്ക് കാണിച്ചു തരണേ, ഹിദായത്ത് തരണേ. അള്ളാഹുവിനോട് 17 പ്രാവശ്യം രാവും പകലുമായി ചോദിക്കുന്ന ഹിദായത്ത് കിട്ടാൻ വഴി എന്താണ് പൊന്നു മുഅ്മിനീങ്ങളെ? അള്ളാഹു തന്നെ പറയട്ടെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ അനുകരിക്കണേ, അല്ലാഹുവിന്റെ റസൂലിനെ 24 മണിക്കൂർ ജീവിതത്തിൽ അനുസരിക്കണേ, അനുകരണത്തിലൂടെ അനുസരിക്കണേ, പിൻപറ്റുന്നതിലൂടെ അനുസരിക്കണേ. അതാണ് നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടാനുള്ള വഴി. വീണ്ടും അല്ലാഹു തന്നെ പറയട്ടെ, അല്ലാഹുവിന്റെ കണക്കില്ലാത്ത പേമാരി പോലെ വർഷിക്കുന്ന കാരുണ്യം നിങ്ങൾക്ക് കിട്ടണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഅതീഉല്ലാഹ വർ-റസൂൽ വഅതീഉല്ലാഹ വർ-റസൂല ലഅല്ലകും തുർഹമൂൻ. നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളില്, അതേ ഓരോ സന്ദർഭങ്ങളില് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണേ, ലഅല്ലകും തുർഹമൂൻ. എന്നാൽ അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്, അല്ലാഹു നിങ്ങളോട് കരുണ ചെയ്യുന്നതാണ്. വീണ്ടും ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ വരികളിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന പൊന്നു മുഅ്മിനേ, അല്ലാഹുവിന്റെ സ്നേഹം എനിക്കും നിങ്ങൾക്കും കിട്ടേണ്ടതുണ്ടോ? അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് എനിക്കും നിങ്ങൾക്കും കിട്ടേണ്ടതുണ്ടോ? നാം ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങളെല്ലാം പടച്ചോൻ പുറത്തു തരണമെന്ന് നിങ്ങൾക്ക് വല്ല ആഗ്രഹമുണ്ടോ? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും. ഖുൽ പറഞ്ഞു കൊടുക്കൂ നബിയേ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണേ. നിങ്ങളുടെ ഉറക്കത്തിലാണെങ്കിലും ഉണർവിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന്റെ അഖില മേഖലകളിലും എന്നെ നിങ്ങൾ അനുകരിക്കണേ. യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങൾ എന്നെ അനുകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. അല്ലാഹുവിന്റെ മഹബ്ബത്ത് ഇങ്ങോട്ട് കിട്ടും.
ഞാനും നിങ്ങളും അള്ളാഹുവിനെ സ്നേഹിക്കുന്നു പറയുമ്പോ അള്ളാഹു എന്നെയും നിങ്ങളെയും ഇങ്ങോട്ട് സ്നേഹിക്കാൻ കാരണമാണ് നമ്മുടെ ജീവിതത്തിന്റെ അഖില മേഖലകളിൽ, സമസ്ത മേഖലകളിൽ സൃഷ്ടാവായ പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ അനുസരിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോഡലായി സ്വീകരിച്ചാൽ, അള്ളാഹുവിന്റെ റസൂലിനെ മാതൃകയാക്കിയാൽ തീർന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ രാവിലാവട്ടെ പകലിലാവട്ടെ ഏതേത് സന്ദർഭങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങള് പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് പുറത്തു തരുന്നത് എന്നെ അനുസരിച്ചുകൊണ്ടുള്ള, അനുകരിച്ചുകൊണ്ടുള്ള ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവുമ്പോഴാണ്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്ന പൊന്നു മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഭൂമിലോകത്ത് ചെയ്തു കൂട്ടുന്ന ഏതേത് സുഹൃതമാവട്ടെ, ഏതേത് കർമ്മങ്ങളാവട്ടെ, അത് നാളെ പാരത്രിക ലോകത്ത് നന്മതിന്മ തൂക്കപ്പെടുന്ന നന്മയുടെ ത്രാസിൽ തൂക്കം കൂട്ടുന്ന സുഹൃതമായി നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ടോ? നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ഒരു നന്മ പോലും നഷ്ടപ്പെടാതെ അതിന്റെ ഫലം അനുഭവിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടണോ? تطيعوا الله ورسوله لا يلدكم من أعمالكم شيئا وإن تطيعوا الله നിങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചാൽ വറസൂലഹു അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ചാൽ ലാ യലിദ്കും മിൻ അഅമാലികും ശൈആ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ചെറുത് വലുതാവട്ടെ, പ്രത്യക്ഷമായതോ പരോക്ഷമായതാവട്ടെ, രഹസ്യമായതോ പരസ്യമായതോ ആവട്ടെ, എല്ലാ കർമ്മങ്ങളും ഒന്നുപോലും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് കരഗതമാക്കാൻ സാധിക്കുന്നത് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ്. അല്ലാഹു അക്ബർ. വീണ്ടും അല്ലാഹു പഠിപ്പിക്കുകയാണ് പൊന്നു മുഅ്മിനെ, വീണ്ടും അല്ലാഹു പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് മരണാനന്തരം അല്ലാഹുവിന്റെ സന്നിധിയില് നിങ്ങൾക്ക് സ്വർഗം ലഭിക്കണോ? ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമാകുന്ന മഹത്തായ വിജയം കരഗതമാക്കണോ? പാരത്രിക ലോകത്ത് ശാശ്വതമായ, അനശ്വരമായ, ഒരിക്കലും മറ്റമില്ലാത്ത അനന്തമായ സുഖലോലുപതയുടെ, സുഖാനുഗ്രഹത്തിന്റെ, സുഖാഡംബരത്തിന്റെ ഭവനമാകുന്ന സ്വർഗത്തിലൂടെ മഹത്തായ വിജയം കിട്ടണോ? അല്ലാഹു തന്നെ പറയുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഖത്തീബുമാരുടെ നാക്കിൽ നിങ്ങൾ കേൾക്കാറില്ലേ? يطع الله ورسوله فقد فاز فوزا عظيما ومن يطع الله ورسوله ആര് തന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നുവോ, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നുവോ, ഫഖദ് ഫാസ ഫൗസൻ അലീമാ അവനാണ് മഹത്തായ വിജയം കൈവരിച്ചവൻ. മഹത്തായ വിജയം. എന്തായി മഹത്തായ വിജയം? പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നു, വമൻ സുഹ്സിയ അനിന്നാരി ഫഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൻ സുഹ്സിയ അനിന്നാർ വമൻ സുഹ്സിയ അനിന്നാർ നരകത്തിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് ആരെയാണോ വിദൂരമാക്കപ്പെടുന്നത്? ഫൗദ്ഖിലൽ ജന്ന സുഖാനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ ആർക്കാണോ പ്രവേശനം നൽകപ്പെടുന്നത്? ഫഖദ് ഫാസ് അവനാണ് വിജയിച്ചവൻ, അവനാണ് യഥാർത്ഥ വിജയം കൈവരിച്ചവൻ. നരകത്തിൽ നിന്നും വിദൂരമാക്കപ്പെടുക, സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകപ്പെടുക. വീണ്ടും അല്ലാഹു പറയാൻ, يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ومساكن طيبة في جنات عدن ذلك الفوز العظيم സ്വർഗപ്രവേശനം നൽകപ്പെടുകയും
പാപങ്ങൾ പുറത്തു കിട്ടുകയും ആ സ്വർഗത്തില് സുഖാനുഗ്രഹത്തിന്റെ ഭവനത്തില് ശാശ്വതമായ പരിശുദ്ധമായ നല്ല നല്ല പാർപ്പിടങ്ങൾ ലഭ്യമാവുകയും ആർക്കാണോ കിട്ടുന്നത്, ആർക്കാണോ സാധ്യമായി തീരുന്നത്, ലാലിക്കൽ ഫൗസുൽ അലീം, അതാണ് മഹത്തായ വിജയം. പൊന്നു മുഅ്മിനീങ്ങളെ, ദുനിയാവിൽ ഹിദായത്ത് കിട്ടാൻ, ദുനിയാവിൽ അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാൻ, അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാൻ, ചെയ്തു കൂട്ടുന്ന പാപങ്ങളൊക്കെ പടച്ചോൻ പുറത്തു തരാൻ, മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കാൻ, നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിലെത്താൻ, അതേ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചേ പറ്റൂ. ഇതൊന്നുമില്ലാതെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാതെ നാം എത്രത്തോളം മൈക്ക് കെട്ടി പാടിയാലും കൊള്ളാം, എത്രത്തോളം പ്രസംഗിച്ചാലും കൊള്ളാം, എത്ര വലിയ ഘോഷയാത്ര നടത്തിയാലും കൊള്ളാം, എത്ര ലിറ്റർ കണക്കിന് കാവ വിതരണം ചെയ്താലും കൊള്ളാം, എത്രത്തോളം ചിക്കനും മട്ടനും ആകുന്ന ബിരിയാണി വിളമ്പിയാലും കൊള്ളാം, ഒരിക്കലും അള്ളാഹുവിന്റെ ഈ അനുഗ്രഹങ്ങൾ കിട്ടില്ല. കിട്ടണോ? അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുകരിച്ചുകൊണ്ട് ഇതില്ലാത്ത കാലത്തോളം ഏത് പൊന്നുമോനാണെങ്കിലും ശരി അള്ളാഹ്ക്ക് ഒരു വിലയുണ്ടാവില്ല. അള്ളാഹു നോക്കുന്നത് നിന്റെ വസ്ത്രധാരണയിൽ, നിന്റെ വാക്കിൽ, നിന്റെ പ്രവർത്തനത്തിൽ, നിന്റെ നോട്ടത്തിൽ, നിന്റെ കേൾവിയിൽ, നിന്റെ ജീവിതത്തിന്റെ സകലമാന മേഖലകളിലും ഹബീബായ റസൂൽ ഉണ്ടോ ഇല്ലേ. റബ്ബീൽ അവൽ 1 മുതൽ 12 വരെ നിബിധങ്ങൾ ഉണ്ടോ ഇല്ലെന്നല്ല, പിന്നെയോ നിനക്ക് പടച്ചതമ്പുരാൻ നൽകിയിരിക്കുന്ന ആയുസിന്റെ ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും അള്ളാഹുവിന്റെ റസൂൽ നിന്നോടൊപ്പം ഉണ്ടോ ഇല്ലേ അള്ളാഹ്ക്ക് അറിയണം. അതില്ല എങ്കിൽ നീ ആരാണെങ്കിലും ശരി ഒരിക്കലും ഹിദായത്തിലോ അള്ളാഹുവിന്റെ കാരുണ്യത്തിലോ അള്ളാഹുവിന്റെ മഹബത്തിലോ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലോ നീ ആവുകയില്ല. കാലാകാലം സ്വർഗം നിനക്ക് കിട്ടില്ല. ഹബീബായ റസൂലിനെ കാണാൻ കഴിയില്ല. ഹബീബായ റസൂലിന്റെ നമ്മുടെ റബ്ബാകുന്ന അള്ളാഹുവിനെ കാണാൻ കഴിയില്ല. പൊന്നു മുഅ്മിനെ, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതേ ഭൂമി ലോകത്ത് ജീവിക്കുന്ന ഓരോരുത്തരോടും വമാ ആതാകുമുർ റസൂൽ അള്ളാഹുവിന്റെ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്താണോ നൽകിയത് കൊണ്ടു തന്നത് അത് ഫഖുദൂഹു നിങ്ങൾ മുറുകെ പിടിക്കണം. അത് മുറുകെ പിടിക്കണം. വമാ നഹാകും അൻഹു ഫൻതഹു ഹബീബായ മുത്ത് എന്താണ് നിങ്ങളോട് ചെയ്യരുത് എന്ന് പറഞ്ഞത്, നിങ്ങളോട് നിരോധിച്ചത്, അത് നിങ്ങൾ കൈയൊഴിയുകയും ചെയ്യണേ. ചുണ്ടിനടിയിൽ ഹൻസ് വെച്ചുകൊണ്ട് പോകുന്ന ചെറുപ്പക്കാരാ, ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചു വെച്ച് നടക്കുന്ന ചെറുപ്പക്കാരാ, മഗ്രിബിന് ശേഷം സീരിയൽ കാണുന്ന സഹോദരിമാരെ, എങ്ങനെയാണ് ഹബീബായ റസൂലിനോട് സ്നേഹമുണ്ടെന്ന് പറയാൻ നിനക്ക് സാധിക്കുക? നാളെ പാരത്രിക ലോകത്ത് പടച്ചതമ്പുരാന്റെ മുമ്പില് ഹബീബിന്റെ ശഫാത്ത് പടച്ചോൻ കൊടുക്കുമ്പോ ആ ശഫാത്ത് നിനക്ക് എങ്ങനെയാണ് കരകരമാക്കാൻ പറ്റുക? അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയാണ് ചെയ്യ. പൊന്നു മുഅ്മിനേ, തിരുത്തണേ. ഹബീബിനോടുള്ള സ്നേഹം എന്തെന്നറിയുമോ? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഹബീബിന്റെ സുന്നത്തുകൾ ഓരോന്നും മുറുകെ പിടിക്കലാണ്. തീരുമാനമെടുക്കുക ഇൻഷാ അല്ലാഹ്. ഖുർആന്റെ പരിശുദ്ധമായ സുന്നത്തിന്റെ അടിപ്പടയിൽ ആ രേഖ പ്രമാണം വെച്ചുകൊണ്ട് അതെ എന്റെ ജീവിതത്തിൽ ഹബീബായ റസൂൽ എന്തൊക്കെയാണോ എന്നെ പഠിപ്പിച്ചത് അത് കൃത്യമായി ഞാൻ അനുസരിക്കും. എന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നുമോനെ ഇന്നത് ചെയ്യരുത്, സഹോദരി നീ ഇന്നത് ചെയ്യരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ വിലക്കിയിരിക്കുന്നത് സർവ്വതും ഞാൻ വെടിയും. എന്നിട്ട് ഞാൻ ഹബീബിനെ ആത്മാർത്ഥമായി സ്നേഹിക്കും. ആ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഓരോ സെക്കൻഡിലും മിനിറ്റിലും രാവിലും പകലും എന്നോടൊപ്പം
ഉണ്ടാവും. ആ നിബിതങ്ങൾ കാലാകാലം എനിക്ക് സ്വർഗത്തിൽ ഉണ്ടാവണം. ആ ഹബീബിനോടൊപ്പം മുറാഫക്കത്ത് കിട്ടണം, സാവാസം കിട്ടണം. ഈ നിലയിൽ പെരുമാറുക. എങ്ങനെയാണ്, ഏതൊക്കെ തരത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഏതൊക്കെ വിഷയത്തിൽ നമുക്ക് മാതൃകയാണ്? അള്ളാഹ് പറഞ്ഞല്ലോ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. അല്ലാഹുവിനെ ഒരുപാട് സ്മരിക്കുന്നവര് പാരത്രിക ലോകത്തേക്ക് പോകേണ്ടവനാണ്. പടച്ച തമ്പുരാന്റെ മുമ്പിൽ കണക്ക് ചോദ്യത്തിന് വിധേയമാക്കപ്പെടേണ്ടവനാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടവനാണെന്ന ബോധത്തോടുകൂടി, പരലോക വിശ്വാസത്തോടുകൂടി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാര്, ആ മനുഷ്യർക്ക് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലാകുന്ന ഖാതമുൻ നബിയാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ട്. ഉസ്വത്തുൻ ഹസന, നല്ല മാതൃകയുണ്ട്. ജീവിതത്തിൽ ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്ന സർവ്വ വിഷയത്തിലും എല്ലാ വിഷയത്തിലും അള്ളാഹുവിന്റെ റസൂൽ മാതൃകയാണ്. ഏത് വിഷയത്തിൽ എങ്ങനെയാണ് ഹബീബായ നിബിതങ്ങൾ മാതൃകയാകുക? ആ മാതൃക നാം ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ട് വേണം നാളെ സ്വർഗത്തിലേക്ക് എത്താൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ഹബീബായ റസൂൽ ഏതൊക്കെ വിഷയത്തിൽ നമുക്ക് മാതൃകയാണ് പരിശുദ്ധമായ ഖുർആന്റെ സുന്നത്തിന്റെ അടിപ്പടയിൽ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു, നാം ഒരു ഭർത്താവാണെങ്കിൽ, നാം ഒരു അയൽവാസിയാണെങ്കിൽ, നാം ഒരു പിതാവാണെങ്കിൽ, നാം അതേ ഒരു ഗ്രഹനാഥനാണെങ്കിൽ, നാം ഓരോ സുഹൃത്താണെങ്കിൽ, കൂട്ടുകാരാണെങ്കിൽ, ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും നാം ഓരോ താരങ്ങളായി അഭിനയിക്കണമെങ്കിൽ അതെങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്? ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിബിതങ്ങളുടെ മാതൃക എങ്ങനെ നമുക്ക് പഠിക്കാം? എന്നിട്ട് ഇൻഷാ അല്ലാഹ് പറഞ്ഞതുപോലെ ഇത്തിബായിലൂടെ അള്ളാഹുന്റെ റസൂലിനെ ഇത്താഅത്ത് ചെയ്യുക, അള്ളാഹുന്റെ റസൂലിനെ അനുകരിച്ചുകൊണ്ട് അനുസരിക്കുക, എന്നിട്ട് ഹബീബിനോടൊപ്പം നാളെ സ്വർഗത്തിലെത്തുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗം ആരുടെയും കുത്തകയൊന്നുമല്ല, അല്ലേ? അവര് സ്വർഗത്തിൽ പോവില്ല, ഇവര് സ്വർഗത്തിൽ പോവില്ല, നമ്മൾ മാത്രം സ്വർഗം. എന്താ സ്ത്രീധനം കൊടുത്തല്ലേ സ്വർഗം? അള്ളാഹുവിന്റെ റഹ്മത്താണ് സ്വർഗം, അള്ളാഹുവിന്റെ നിഅമത്താണ് സ്വർഗം. അത് ആർക്ക് കൊടുക്കണമെന്ന് അള്ളാന്റെ കലാമിൽ പറഞ്ഞിട്ടുണ്ട്, ഹബീബായ റസൂൽ സുന്നത്തിലും പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ മാത്രം നമുക്ക് മതി. അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാനുള്ള വഴി എന്താണ്? ആ സ്വർഗത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിയാനുള്ള വഴി എന്താണ്? ഖുർആൻ വ്യക്തമാണ്, ഹദീസ് വ്യക്തമാണ്. ആ വഴിയിലൂടെ മുന്നോട്ട് പോകിൻ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിന്റെ അഖില മേഖലകളിലും ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ മാതൃക എന്താണോ അത് പൂർണ്ണമായും അനുധാവനം ചെയ്യാൻ, അനുകരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹബീബായ മുത്തു മുഹമ്മദ് നബി തങ്ങൾ പറഞ്ഞതുപോലെ സ്നേഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ, പൊന്നു മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള സഹാബാക്കളൊക്കെ വഫാത്തിന്റെ സന്ദർഭത്തിൽ, സക്കറാത്തിന്റെ സന്ദർഭത്തിൽ പോലും അവരെ ആഗ്രഹിച്ചതും അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞതും, അതേ ദുനിയാവിന്റെ ജീവിതമല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹബീബായ മുത്തിനെ കാണാനുള്ള അവസരമാണ് മരണം, അങ്ങോട്ട് പോവുകയാണ്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു മരണത്തിലേക്ക് പോകുമ്പോ, മലക്കുൽ മൗത്തിന്റെ കയ്യിലേക്ക് ബഹുമാനപ്പെട്ട ബിലാലിന്റെ റൂഹ് പിരിഞ്ഞു പോകാൻ വേണ്ടി പോകുമ്പോ, ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ പൊട്ടിക്കരഞ്ഞ് പറയാൻ, വാ ഹസനാ, എന്റെ ഭർത്താവിന് വന്ന വിഷമമേ, എന്റെ ഭർത്താവ് പിരിഞ്ഞു പോകുന്ന ദുഃഖമേ. ഇങ്ങനെ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ പൊട്ടിക്കരയുമ്പോൾ ബിലാൽ അങ്ങനെ പറയുന്നു, ലാ വാ തറബാ, അല്ലയോ എന്റെ ആനന്ദമേ,
മരിക്കുന്ന സന്ദർഭത്തിലാണ് പൊന്നു മുഅ്മിനെ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്റെ ആനന്ദമേ, എന്റെ സന്തോഷമേ, എന്റെ അഭിലാഷമേ, അതേ അതേ നാളെ ആഖിറത്തില് ഞാൻ മരണത്തോടുകൂടി ദുഃഖം അനുഭവിക്കുകയല്ല, മരണത്തോടുകൂടി പ്രയാസപ്പെടുകയല്ല. ഏ പെണ്ണ്, എന്റെ പ്രിയ പത്നിയെ, താൽക്കാലികമായി നിന്നോട് ഞാൻ വിട പറയുന്നുവെങ്കിലും ഈ വിട പറയുന്ന സന്ദർഭം എനിക്ക് ആഹ്ലാദമാണ്, ആനന്ദമാണ്, സന്തോഷമാണെന്നറിയുമോ? ബഹുമാനപ്പെട്ട മുഹമ്മദ് നബിയെ എന്നെ ഞാനാക്കി മാറ്റി എന്റെ പ്രവാചകന് അടിമത്തത്തിന്റെ കിരാതവാഴ്ചയിൽ നിന്ന് ചിരിക്കാനും കരയാനും സ്വാതന്ത്ര്യമില്ലാത്ത ബിലാലിനെ അത് റളിയല്ലാഹു തആല അൻഹു പറയുന്ന അവസ്ഥയിലേക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചെന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ, ആ ഹബീബിനെ കാണാൻ ഞാൻ പോവുകയാണ് പൊന്നുമോളെ. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹിതന്മാരെ ഞാൻ കാണാൻ പോവുകയാണ്. ഈ ബിലാലിന് ദുഃഖമില്ല, വ്യസനമില്ല. അതുകൊണ്ട് എന്റെ പ്രിയ പത്നിയെ നീ ദുഃഖിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല, പൊട്ടിക്കരയേണ്ടതില്ല. നാളെ ആഖിറത്തിൽ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ കണ്ടുമുട്ടാം. അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികൾ അവർ വഫാത്തിന്റെ സന്ദർഭത്തിൽ പോലും, മൗത്തിന്റെ സന്ദർഭത്തിൽ പോലും, സക്രാത്തിന്റെ അവസ്ഥയിൽ പോലും അവരുടെ മനസ്സ് തളരാതിരുന്നത് ഹബീബിനെ കാണണം, മുത്തിനെ കാണണം, അവരെ സ്നേഹിതന്മാരെ കാണണം. അതേ ഒരു ദിവസത്തേക്കല്ല, കാലാകാലം സ്വർഗത്തിൽ പൊന്നു മുഅ്മിനെ ആഗ്രഹിക്കും. അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം, അള്ളാഹുവിന്റെ റസൂലിനെ കാണാനുള്ള ആഗ്രഹം, അതിനെന്ത് വേണം? അള്ളാഹു തആല പറഞ്ഞതുപോലെ അതെ റസൂൽ, അള്ളാഹുവിനും റസൂലും അനുസരിച്ചുകൊണ്ട് ഇനിയുള്ള ജീവിതം. നമുക്കറിയില്ലല്ലോ എത്ര കാലം ജീവിക്കാൻ, നമുക്കാർക്കും അറിയില്ല. ജീവിച്ചത് എത്രയാണ് നമുക്കറിയാം. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. ജന്മദിനം കൊണ്ടാടാനല്ല, ഡേറ്റ് ഓഫ് ബർത്ത് അത് എഴുതി വെച്ചിട്ട് ജന്മദിനം, ഹാപ്പി ബർത്ത്ഡേ ക്രൈസ്തവന്റെ ആചാരമാണ്, യേശു ക്രിസ്തുവിന്റെ ആചാരമാണ്. യേശുവിന്റെ ജനന ഡേറ്റിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്മസ് ജന്മദിനം, ബർത്ത്ഡേ ആഘോഷിക്കുന്നതിൽ മുസ്ലിമിന്റെ ജോലിയല്ല. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഹബീബായ മുത്തുനബി ഒരു ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. ഹബീബായ റസൂലിന്റെ അനുയായികൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു 63 വർഷക്കാലം ജീവിച്ചു. വഫാത്തായി ഒരു ദിവസം പോലും ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു സ്വർഗ്ഗവാസി, ഹബീബിന്റെ സന്തത സഹചാരിയാണ്. ആ ഹബീബിനെ പോലെ തന്നെ 63 വർഷക്കാലം ജീവിച്ച ആളാണ്. ഒരു വർഷം പോലും ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. അതേപോലെ മുഅ്മിനെ, ബർത്ത്ഡേ ആഘോഷിക്കൽ ക്രൈസ്തവന്റെ സംസ്കാരമാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസ്കാരമല്ല. നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞ് ജനിച്ചാൽ എന്ത് ചെയ്യണം? ഹബീബായ മുത്തിൽ മാതൃകയുണ്ട്, അത് കടമെടുക്കുക, അതിങ്ങോട്ടെടുക്കുക. അതല്ലാതെ ഹബീബായ റസൂൽ ഒരു കുഞ്ഞുമോനെ അള്ളാഹ് നമുക്ക് നൽകിയാൽ എന്താണ് റസൂൽ പഠിപ്പിച്ചത്? ആ മാതൃക ചവിട്ടി മതിച്ചിട്ട് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കണ്ട ക്രൈസ്തവന്റെയും ജൂതന്റെയും സംസ്കാരം കടമെടുക്കുന്നുവെങ്കിൽ വല്ലാഹി സുമ്മ വല്ലാഹ് നീ ഹബീബിനോട് പ്രേമമുള്ളവനല്ല, ഹബീബിനോടുള്ള കപടപ്രേമം അനുഭവിക്കുന്നവനാണ്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട് അതിന്റെ തഫ്സീറിൽ, ഒരാൾ തന്നെ നാക്കുകൊണ്ട് പറയാണ് ഞാൻ അള്ളാഹിനെ സ്നേഹിക്കുന്നു, റസൂലിനെ സ്നേഹിക്കുന്നു എന്ന്. അവന്റെ ജീവിതത്തിൽ അള്ളാഹുവിനും റസൂലിനും അനുസരണക്കേടാണെങ്കിൽ അവനെ സ്നേഹിക്കുന്നവനല്ല, പെരുങ്കള്ളനാണ് അവൻ. കളവെന്നല്ല, കാദിബെന്നല്ല പറഞ്ഞത്, കദ്ദാബുൻ, പെരുങ്കള്ളനാണ് അവൻ പറയുന്ന വാക്കിൽ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇവിടെ പൊന്നു മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് 7 മണിക്ക് തന്നെ നമുക്ക് പ്രഭാഷണം ആരംഭിക്കാം. നമുക്ക് കുറെ വിഷയങ്ങൾ പറയേണ്ടതുണ്ട്. 10 മണി വരെയാണ് നമുക്ക് പെർമിഷൻ ഉള്ളത്. അതുകൊണ്ട് ആ അനുവദിക്കപ്പെട്ട സമയത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിൽ ഹബീബിനെ എങ്ങനെ മാതൃകയാക്കണമെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ഹബീബായ നബി തങ്ങളുടെ തിരു സുന്നത്തുകൾ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ ഉടനീളം പ്രാവർത്തികമാക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നാളെ സ്വർഗത്തിലെത്താനുള്ള എല്ലാ വഴികളും അള്ളാഹു നമുക്ക് അനുകൂലമാക്കി പെരുമാറാവട്ടെ. നമ്മുടെ വാക്കിനെയും നമ്മുടെ പ്രവൃത്തിയെയും
സൂക്ഷിക്കാനും ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ പറയാനും പ്രവർത്തിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ മജ്ലിസിലേക്ക് പലവിധ തിരക്കുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ച് വളരെ ആവേശത്തോടുകൂടി ഹബീബിന്റെ വചനം കേൾക്കണം, ഹബീബിനോടൊപ്പം സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി കണ്ടെത്തണം, എനിക്ക് കയറണം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്റെ വചനം നല്ലപോലെ കേൾക്കണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് വന്നിരിക്കുന്ന നല്ല സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു പൂർണ്ണ ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഇരുത്തവും ഈ കേൾവിയും ഈ വരവും പോക്കുമൊക്കെ നാളെ നന്മതിന്മ തൂക്കുന്ന ത്രാസിൽ തൂക്കം കൂട്ടുന്ന സുഹൃതമാക്കി അള്ള മാറ്റിത്തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും അള്ള എത്രയും പെട്ടെന്ന് മാറ്റിത്തന്ന് സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ കഴിഞ്ഞുപോയ തെറ്റുകുറ്റങ്ങളെ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരികയും ശിഷ്ടകാല ജീവിതം പാപരഹിതമായ പരിശുദ്ധമായ ജീവിതമാക്കി തീർക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആയുഷ്കാലം മുഴുക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി, അതേ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി എല്ലാവിധ രോഗങ്ങളിൽ നിന്നും മുക്തരായി കഴിയാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട, കുടുംബത്തിൽപ്പെട്ട ഭാര്യ, മക്കള്, മാതാപിതാക്കള്, സഹോദരി സഹോദരങ്ങള്, അയൽവാസികള്, നാട്ടുകാര്, ഉസ്താദുമാര്, നമ്മോട് ദുആർക്കാൻ വേണ്ടി പറഞ്ഞവർ ആരെല്ലാം ഏതെല്ലാം രോഗത്തിന് വിധേയരാണോ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും അള്ള എത്രയും പെട്ടെന്ന് മാറ്റിക്കൊടുത്ത് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രീതിയിൽ കഴിയാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ കടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിവാഹപ്രായത്തെ പെൺമക്കൾക്ക് സാലിഹ്യങ്ങളായ അനുയോജ്യരായ ഇണകളെ കുറിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. യുവാക്കൾക്ക് സാലിഹത്തായ തുണകളെ കുറിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്ക് അള്ളാഹു തആല കണ്ണിന് കുളിർമയേകുന്ന നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന മക്കളെ സാലിഹ്യങ്ങളാക്കി തിരുമാറാവട്ടെ. ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാതെ, കണ്ണുനീര് കുടിപ്പിക്കാത്ത, നാളെ നമ്മുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന സാലിഹ്യങ്ങളായ മുത്തഖീങ്ങൾക്ക് ഇമാമുകളായ നല്ല മക്കളാക്കി നമ്മുടെ മക്കളെ അള്ളാഹു തആല വളർത്തി തിരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതേത് ലക്ഷ്യങ്ങൾ, ഏതേത് വിഷയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ദ്വാരക്കാനൊക്കെ വസിയത്ത് ചെയ്തിട്ടുണ്ടോ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും അവരുടെ ദീനിന്റെ ദുനിയാവിന്റെ ഖൈർ ഏത് തരത്തിലാണോ അതനുസരിച്ചുകൊണ്ട് അള്ളാഹു എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഓരോരുത്തർക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി കലിമ പറഞ്ഞുകൊണ്ട് സ്വർഗം കണ്ടുകൊണ്ട് മരിക്കാനും ആ സുഖാനുഗ്രഹത്തിന്റെ സ്വർഗത്തിന് അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം അള്ളാഹുവിന്റെ ലിഖാ അനുഭവിക്കാൻ, ആസ്വദിക്കാൻ പടച്ച തമ്പുരാൻ അവന്റെ റഹ്മത്ത് കൊണ്ട് ഫദ്ല് കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മോട് വെറുപ്പോട് കൂടി പെരുമാറുന്നവർ, സലാം പറയാത്തവർ, സലാം പറഞ്ഞാൽ മിണ്ടാത്തവർ എല്ലാവർക്കും അല്ലാഹ് പുറത്തു കൊടുത്ത് ഹിദായത്ത് കൊടുത്ത് നമുക്കും അവർക്കും സ്വർഗത്തിലെത്തി ആനന്ദിക്കാൻ, സന്തോഷിക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് കാര്യമായി ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.